ഹലോ ഗായ്സ്, അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. വണ്ടി പോകുന്നതിൻ്റെ ഭയങ്കര ശബ്ദങ്ങൾ ഉണ്ടാക്കും, അത് നിങ്ങൾ കാര്യമാക്കരുത്. അപ്പം ഇന്നാണ് ക്രിസ്മസ്. അപ്പം ഇന്നാണ് ക്രിസ്മസ്. നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം. December 25, 2024 ക്രിസ്മസ് ഡേ. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ പല്ല് കേൾക്കാൻ പോവാണ് കേട്ടോ. പല്ല് വെച്ചിട്ട് വരാം. നമ്മൾ പല്ല് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കുഞ്ഞാവിനെ കളിപ്പിക്കാം കേട്ടോ. അതാണ് ഈ പരിപാടി. വേറെ പരിപാടിയൊന്നുമില്ല. ഗൈസ്, അപ്പം കുറേ നേരം ടി വിൻ്റെ മുമ്പിൽ നിന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ചിട്ട് നമ്മളെ ക്രിസ്മസ് ഡ്രസ്സ് എന്നൊന്നും പറയാനില്ല, നമ്മൾ വീട്ടിൽ ഇടുന്ന ഡ്രസ്സാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിനകത്ത് സാന്റ ഉണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്. അപ്പം ഇതിനു വേണ്ടി ഞാൻ പോയി മേടിച്ചിരുന്നു കേട്ടോ. ഇതിന് മേടിച്ചായിരുന്നു കേട്ടോ, ക്രിസ്മസിന് വേണ്ടി മേടിച്ചായിരുന്നു. അപ്പം പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ അവർ അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ. അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. ചോറുണ്ട് കേട്ടോ അവിടെ. അമ്മയുടെ അടുത്ത് പറഞ്ഞ് ചോറിൻ്റെയൊക്കെ വീഡിയോ എടുക്കാം, നോക്കാം. അപ്പം ഓക്കെ, നമ്മൾ വേറെ പണിയൊന്നും ഇല്ല. വെറുതെ ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കുക, അതാണ് പരിപാടി. പിന്നെ നമുക്ക് ക്രിസ്മസിന് അധികം ആഘോഷം എന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ വെച്ചു, അങ്ങനത്തേക്ക് ഉള്ളൂ. ക്രിസ്മസിൻ്റെ എല്ലാവരുടെ അടുത്തും വിഷ് ചെയ്തു, അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ. അധികം വന്നിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല. ഇപ്പം ഇവിടെ കൂടെയാണ് കേട്ടോ വണ്ടി പോകുന്നത്. കണ്ടോ വണ്ടി പോകുന്നുണ്ടോ? താണ്ട് അപ്പുറത്തൂടെയായിരുന്നു ഇപ്രാവശ്യം വണ്ടി പോയിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പുറത്തൂടെയാണ് കേട്ടോ വണ്ടികളെല്ലാം പോകുന്നത്. കണ്ടോ ഇറ്റാച്ചിനെയൊക്കെ വെച്ചോണ്ട് വന്നതുകൊണ്ട് അവിടെ അപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊക്കുവാണ്, റോഡ് പൊക്കുന്നതിൻ്റെ ആണ് കേട്ടോ. അപ്പം ഇപ്പുറത്തൂടെയാണ് വണ്ടിയൊക്കെ വിടുന്നത് കേട്ടോ. ഇപ്പുറത്തൂടെയാണ് വണ്ടികളൊക്കെ പോകുന്നത്. ഭയങ്കര പൊട്ട വെയിലാണ്. സൂര്യൻ എവിടെ ഉണ്ടെന്നോ, ഭയങ്കര പൊട്ടം വെയിൽ. ഇവിടെ കൂടിയാണ് വണ്ടികളെല്ലാം പോകുന്നത് കണ്ടോ. അപ്പം നമ്മുടെ പൂക്കൾ കാണിച്ചു തരാം. ഇങ്ങനെയെങ്കിലും നമുക്ക് സമയം കളയണല്ലോ. ഇത് കണ്ടോ, ജമന്തി കുറേ വിരിഞ്ഞിട്ടുണ്ട്. ഹായ് ഗൈസ്, തുമ്പിയല്ലേ ഗൈസ്, എൻ്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു. പറന്നുപോയി കണ്ടതിരിക്കുന്നു തുമ്പിയെ. അപ്പം ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വെച്ചിരുന്ന പൂക്കളായിരുന്നു, എന്ന് ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ വീട് അങ്ങ് തൊട്ട് ഇങ്ങ് വരെ വീട്. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം.
നമ്മുടെ പഴയ വീടാണ് കേട്ടോ. പഴയ വീടാണ്, നമ്മളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പഴയ വീട്, നമ്മുടെ പുതിയ വീട്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ടൊപ്പിയൊക്കെ ഉണ്ട്. കുഞ്ഞാവയ്ക്കും ഉണ്ട് കേട്ടോ, കുഞ്ഞി ക്രിസ്മസ് ടൊപ്പി. എനിക്കുണ്ട്, പാറുവിനും ഉണ്ട് ക്രിസ്മസ് തൊപ്പി. അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ, വെയിൽ, സൂര്യൻ തോണ്ട. അപ്പം നല്ല നീലാകാശം. അപ്പം ഗൈസ് തൊപ്പിയൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അമ്മ അമ്പലത്തിൽ പോയി. അപ്പോൾ ഫോൺ കൊണ്ടുപോയി. കുഞ്ഞമ്മയും പാറും അമ്മയും കൂടി ആയിട്ടാണ് പോയത്. അപ്പം ഞാൻ രാവിലത്തെ ചിക്കൻ കറിയും കൂട്ടി, വീട്ടിലായിരുന്നു കേട്ടോ, ചിക്കൻ കറിയും കൂട്ടി ഫുഡ് കഴിച്ചിരുന്നു, ലഞ്ച്. ബാക്കി എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വൈകുന്നേരം ഒരു ബിങ്കോൻ്റെ ഒരെണ്ണം കഴിച്ചു, പുതിയതായിട്ടുള്ള ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. ഇപ്പം എങ്കിലും പറയാൻ പറ്റി, ക്രിസ്മസ് കഴിഞ്ഞു കേട്ടോ. എന്നാലും സാരമില്ല കേട്ടോ, നിങ്ങൾ വിഷമിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇത് എടുക്കാൻ പറ്റാഞ്ഞതിൽ. പിന്നെ കുഞ്ഞാപ്പൂവിൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു, അതുകൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. കുഞ്ഞാപ്പൂവിൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടാണ്. പിന്നെ എന്താ, കുഞ്ഞാപ്പൂവിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് കേട്ടോ. അതൊരു വലിയ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. കുഞ്ഞാപ്പൂവിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട്. അപ്പം കുഞ്ഞാപ്പൂവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒന്നും കൂടി മേരി ക്രിസ്മസ്. പിന്നെ കഴിഞ്ഞു പോയെങ്കിലും ഒന്ന് മേരി ക്രിസ്മസ് ഇരിക്കട്ടെ. പിന്നെ ഇനിയും വരുന്നതാണല്ലോ, മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഒരു നല്ല പുതുവർഷമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്കും ഒരു നല്ലൊരു പുതുവർഷമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതിന്. ഇനി വേറെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരെണ്ണം വരുന്നുണ്ട്, അപ്പം അതെല്ലാവരും കാണുക. പിന്നെ ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫായിരിക്കും. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടുന്നത് തന്നെ. അപ്പോൾ ആ വീഡിയോ വരുമ്പോൾ മാത്രം നിങ്ങളത് അറിഞ്ഞാൽ മതി, ഇത് സ്പെഷ്യൽ എന്ന്. അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ ബൈ, സീ യു.